ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. അതും മരുഭൂമിയുടെ നടുവിൽ അതിസുന്ദരമായ പുഷ്പങ്ങളാൽ അലങ്കരിച്ച ഒരു സ്വപ്ന ലോകം പോലെ. ദുബായ് മിറാക്കിൾ ഗാർഡൻ. ലെറ്റ്സ് ഡൈവ് ഇൻ ആൻഡ് എക്സ്പ്ലോർ ദി ഫ്ലോറൽ വണ്ടർലാൻഡ് ടുഗദർ. ദുബായിലെ ദുബായ് ലാൻഡിലാണ് മിറാക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയാണ് വിസിറ്റേഴ്സിനു വേണ്ടി ഗാർഡൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുള്ളത്. ഓൺലൈൻ വഴിയായിട്ടോ ഇവിടെ വന്നുകൊണ്ടോ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അഡൽട്ട്സിന് 100 ദിർഹംസും 12 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 85 ദിർഹംസും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ്സുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ 40 ദിർഹംസുമാണ് അവർ ഈടാക്കുന്നത്. ഫെസ കാർഡ് യൂസ് ചെയ്ത് ഓഫർ പ്രൈസിൽ നമുക്കിതിൻ്റെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനാണ് ഇത്. മുന്നോട്ട് നടക്കുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പച്ച പുല്ലുകൊണ്ട് നിർമ്മിച്ച വലിയ 2 കുതിരകളെയാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ മയിലിനെയും തൊട്ടടുത്തായി ഫ്ലവർ കാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മരുഭൂമിയിൽ ഇത്രയും മനോഹരമായി ഈ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ ഗാർഡന് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സിംഗിൾ എൻട്രി ടിക്കറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോ ഫ്ലവർ പിക്കിംഗ്, നോ പ്രൊഫഷണൽ ക്യാമറാസ് ഓർ ഡ്രോൺസ് ആൻഡ് ഡെസിഗ്നേറ്റഡ് സീറ്റിംഗ് ഏരിയാസ്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡ്, ബിവറേജസ്, ബാർബിക്യൂ, സർട്ടൻ വെഹിക്കിൾസ് ആൻഡ് പെറ്റ്സ് ഇതെല്ലാം ഇവിടെ പ്രോഹിബിറ്റഡ് ആണ്. ഈ ഒരു ഫ്ലവർ കാസ്റ്റലിൻ്റെ തൊട്ടു മുൻപിലായിട്ടാണ് പുല്ലുകൊണ്ടുണ്ടാക്കിയ ആനയുടെ വലിയ രൂപമുള്ളത്. ഇതാണ് അംബ്രല്ല ടണൽ. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള അംബ്രല്ലകൾ മുകളിലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിലൂടെ മുന്നോട്ട് നടന്നു പോയാൽ വലിയ ഒരു ഗ്ലോബ് ഷേപ്പിലേക്കാണ് നമ്മൾ ചെന്നെത്തിച്ചേരുന്നത്. ഇവിടെയും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള അംബ്രല്ലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പൂക്കൾ ബൊക്ക പോലെ മനോഹരമായി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് മിറാക്കിൾ ഗാർഡനിൻ്റെ മനോഹരമായ ഫുൾ വ്യൂ കിട്ടുന്നതാണ്. ഈ ഒരു മരുഭൂമിയുടെ നടുവിൽ മിറാക്കിൾ ഗാർഡനിൽ 150 മില്യണത്തിലധികം പൂക്കളാണ് വിവിധ ആകൃതികളിലും ഡിസൈനുകളിലുമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. വിമാനങ്ങൾ മുതൽ ആനകൾ വരെ പടം പോലെയുള്ള കളർഫുൾ ഫ്രെയിമുകൾ, പച്ചപ്പിൻ്റെ മനോഹാരിത, ഇതെല്ലാം കാണുമ്പോൾ ആസ്വാദനം തന്നെയാണ് തോന്നുന്നത്. ഇതാണ് ഫ്ലോറൽ ക്ലോക്ക്. ഇതിലെ സൂചികൾ ചലിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5:05. ഏതൊരാളെയും വിസ്മയിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചറാണിത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൂക്കളാൽ നിർമ്മിതമായ എമിറേറ്റ്സ് A380 വിമാനമാണിത്. 5 ലക്ഷം പൂക്കളാണ് ഈ വിമാനം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് ഹേർട്ട് ഷേപ്പിലുള്ള ഫ്ലവർ സ്ട്രക്ചേഴ്സ്. ഈ ഒരു ഹേർട്ട് പാസേജിനുള്ളിൽ നിന്നും ഫോട്ടോസും വീഡിയോസും എടുത്താൽ നല്ല ഭംഗിയായിരിക്കും.
ഒരുപാട് ഹാർട്ട് പേസേജുകൾ ഇവിടെയുണ്ട്. വാഷ്റൂമും പ്രെയർ റൂമും ഇവിടെയുണ്ട്. അതുപോലെ ഐസ്ക്രീം ഷോപ്പും കോഫി ഷോപ്പും ഇതെല്ലാം കഴിക്കാൻ പറ്റിയ സീറ്റ് അറേഞ്ച്മെൻറ്റും ഇവിടെയുണ്ട്. മാത്രവുമല്ല കുട്ടികളുടെ ടോയ്സ്, സുവനീർ ഷോപ്സ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മിറാക്കിൾ ഗാർഡനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൺഫ്ലവർ ഫീൽഡ്. പച്ചയും മഞ്ഞയുമായിട്ടുള്ള കാഴ്ച, നല്ല കുളിർമയുള്ള കാഴ്ചയാണിത്. ഈ ഒരു ഭാഗത്ത് മുഴുവനായി സൺഫ്ലവേഴ്സ് വിരിഞ്ഞു നിൽക്കുന്നു. ഇതിന് ഭംഗി കൂട്ടുന്നതിനായി വശങ്ങളിലായിട്ട് പല നിറത്തിലുള്ള പൂക്കളും കാണാം. കോളാമ്പി പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ ഒരു പൂവിൻ്റെ പല നിറത്തിലുള്ള വെറൈറ്റികളുണ്ട് ഇവിടെ. ഒരു പൂവ് പോലും വാടിയതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയും നല്ല രീതിയിലാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വലിയവർക്ക് വേണ്ടി മാത്രമല്ല കുട്ടികളെയും അവരിവിടെ ഹാപ്പിയാക്കി വെക്കുന്നുണ്ട്. അതിനുവേണ്ടി മിക്കി മൗസിൻ്റെ പ്രതിമകളും ടെഡ്ഡി ബെയറിൻ്റെ പ്രതിമകളും എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റൈഡിങ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. കാടുകൾക്കിടയിലൂടെ പതുങ്ങി നോക്കുന്നതായിട്ടാണ് ഈ ഒരു രൂപം നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ കൂണിൻ്റെ ആകൃതിയിലുള്ള കുഞ്ഞു കുഞ്ഞു നിർമ്മിതികൾ. പൂക്കൾ കൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ പാതയും ഓരോ കോണിലും പൂക്കൾ കൊണ്ട് അലങ്കൃതമാണ്. വെറുതെ പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയല്ല അവരിവിടെ ചെയ്തിട്ടുള്ളത്. ഓരോ പൂക്കൾ കൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ ക്രിയേറ്റീവായി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ പൂക്കൾ കണ്ട് ആസ്വദിക്കുമ്പോഴും അവ നമുക്ക് വേണ്ടി എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്ന് നോക്കുമ്പോൾ വിസ്മയം തന്നെ. സൺഫ്ലവേഴ്സ് ആകട്ടെ വ്യത്യസ്ത ഭാഗങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളിൽ നമ്മളെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു ക്ലൈംബർ ടൈപ്പ് ചെടിയാണ്. ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മരം പോലെ ചെറിയ കമ്പികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വളർന്ന് പന്തലിച്ച ഒരു മരം പോലെ തോന്നും. ഇവിടെ നമുക്കൊരു പോണ്ട് കാണാം. ഈ ഒരു ഭാഗം പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഗോൾഫ് പ്ലേ ഏരിയയാണ്. ഇങ്ങോട്ട് കടക്കുന്നതിന് അഡീഷണൽ ചാർജുമുണ്ട്. ഇതൊരു കോട്ടയാണ്. ഈ ഒരു കോട്ടയുടെ മുൻഭാഗത്തായിട്ട് പൂക്കളാൽ മനോഹരമാക്കിയ നല്ല ഒരു മയിലിനെയും കാണാൻ പറ്റും. ശരിക്കും ഇതൊരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം തന്നെയാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോ കോണും നമുക്ക് പൂർണ്ണമായും പ്രിയപ്പെട്ടതായി മാറും. ഈ പൂക്കളുടെ ഗന്ധം, ഈ നിറങ്ങൾ, അങ്ങനെയെല്ലാം. നേരത്തെ കണ്ട കോട്ടയാണിത്. ഈ ഒരു കോട്ട മുഴുവനും ഇലകൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇലച്ചെടികൾ മാത്രമാണ് ഇതിനെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ കിളികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. ഐസനും ആഫിയും ഈ ഒരു ഗാർഡനകത്ത് നന്നായി എൻജോയ് ചെയ്തു. ഓടിയും ചാടിയും പൂക്കളെ തലോടിയും ഓരോ വിസ്മയങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. അവർ നന്നായി ആസ്വദിച്ചു. ഈ ഒരു മയിലിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. പണി അറിയാവുന്ന കലാകാരൻ്റെ നല്ല ഒരു കലാവിരുത് തന്നെയാണിത്. മിറാക്കിൾ ഗാർഡനിലേക്ക് നമുക്ക് മെട്രോ യൂസ് ചെയ്തും വരാവുന്നതാണ്. ദുബായ് മോൾ ഓഫ് എമിറേറ്റ്സിൽ ഇറങ്ങി ഓരോ 5 മിനിറ്റ്സിലും ബസ് അവൈലബിൾ ആണ്. മിനിമം 3 ദിർഹംസിൽ നമുക്ക് ഇങ്ങോട്ട് എത്താവുന്നതാണ്. ടാക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 25 to 30 ദിർഹംസിൽ നമുക്ക് ഇങ്ങോട്ട് എത്താവുന്നതാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് ആസ്വദിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ ഒരു ഗാർഡൻ.
ഓരോ സീസണിലും ലക്ഷക്കണക്കിന് വിസിറ്റേഴ്സാണ് ഈ ഒരു ഗാർഡൻ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് 3 മണിയാണ്. ഈ ഒരു സമയത്ത് വന്നാൽ നമുക്ക് ഡേ ടൈമിലുള്ള മനോഹരമായ വ്യൂസും അതുപോലെ തന്നെ നൈറ്റ് ടൈമിലുള്ള ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയ മിറാക്കിൾ ഗാർഡനെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു വാട്ടർ വീല്. ഈ ഒരു വാട്ടർ വീലിൻ്റെ തൊട്ടടുത്തായി ഒരു ബോട്ടും കാണാം. രാത്രി ടൈം ആയതുകൊണ്ട് ഈ ഒരു ബോട്ട് ലൈറ്റുകളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളം താഴേക്കൊഴുകുന്നത് പോണ്ടിലേക്കാണ്. ഈ ഒരു പോണ്ടിലാണ് വാട്ടർ വീൽ കറങ്ങുന്നത്. ഇതെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വശങ്ങളിലായിട്ടാണ് സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും നല്ല ഭംഗിയുള്ള മണ്ഡപം പോലെയുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഈ ഒരു ഭാഗമായിരുന്നു. ഓരോ ദിവസവും 7 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ ഒരു ഗാർഡൻ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെയധികം പ്രൊഫഷണലായിട്ടാണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുപോകുന്നത്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ നല്ല ഒരു ഫ്രെയിമാണിത്. ഹേർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരുപാട് പേർ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ടൈമിൽ ഈ ഒരു പൂക്കൾക്കിടയിൽ ലൈറ്റ്സിൻ്റെ എഫക്റ്റ് കൂടെ വരുമ്പോൾ ഈ ഒരു കാഴ്ച മനോഹരമായി തോന്നും. പൂക്കൾക്കിടയിലൂടെ വരുന്ന ഈ ഒരു വെളിച്ചം പൂക്കളെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ഡാൻസിങ് പൊസിഷനിൽ നിൽക്കുന്ന പ്രതിമകളാണിത്. ഇവയെ നിശ്ചലമാക്കാതെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് പൂക്കളാൽ കൊണ്ടാണ്. വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഫ്ലവർ കാസ്റ്റലിൻ്റെ മുൻഭാഗത്തായിട്ട് അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഇതിനകത്ത് ഇനിയും അനേകം ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് ഉണ്ട്. ഈ ഒരു ഭാഗമെല്ലാം ഡേ ടൈമിനേക്കാൾ നൈറ്റ് ടൈമിലാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോലെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. മക്കളെല്ലാം നടന്ന് ടയേർഡായി. അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ വിടുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ മിറാക്കിൾ ഗാർഡനിൽ വിട പറഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് നടന്നു.